നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിലേക്ക്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ അത്ഭുതങ്ങൾ തീർത്ത ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇടുക്കിയുടെ വിശേഷങ്ങളിലേക്ക്. അപ്പോ നമുക്ക് ആദ്യം ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഇടുക്കി എന്ന പേര് വന്നത് മലയിടുക്ക് എന്ന മലയാളം വാക്കിൽ നിന്നാണ്. ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടുമല്ലോ. അതെ, വലിയ മലകൾക്കിടയിലെ ഇടുങ്ങിയ വഴികളും താഴ്വരകളുമാണ് ഈ നാടിന്റെ ഒരു പ്രധാന ഐഡന്റിറ്റി. ഇടുക്കിയെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്, കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ. വെറുതെ അല്ലട്ടോ ഈ പേര് വന്നത്. ഇവിടത്തെ മലഞ്ചെരിവുകളിൽ വിളയുന്ന ഏലവും കുരുമുളകും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നാണ്യവിളകളുമാണ് ഇടുക്കിക്ക് ഈയൊരു പേര് നേടിക്കൊടുത്തത്. അപ്പോ ഇടുക്കിയെപ്പറ്റി കൂടുതലറിയാൻ നമ്മൾ ഈ 5 പ്രധാന വിഷയങ്ങളിലൂടെയാവും കടന്നുപോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇടുക്കിയുടെ ആ ഒരു ഭൂപ്രകൃതിയിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഉയർന്ന മലനിരകളും പീഠഭൂമികളും പിന്നെ അതിനിടയിലൂടെ ഒഴുകുന്ന പുഴകളും ശരിക്കും കേരളത്തിന്റെ മലയോര ഹൃദയം എന്ന് തന്നെ പറയാം. ഇവിടെ തന്നെ ഒരു രസകരമായ കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി, അല്ലേ? ഏകദേശം 4600 സ്ക്വയർ കിലോമീറ്റർ. പക്ഷെ ജനസാന്ദ്രത നോക്കിയാലോ ഏറ്റവും കുറവും ഇവിടെയാണ്. ഇനി ഇവിടുത്തെ മലനിരകൾ അത്ര നിസ്സാരമൊന്നുമല്ല. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതായത് ആനമുടി, ഇവിടെയാണ് നിൽക്കുന്നത്. ഏകദേശം 2695 മീറ്റർ ഉയരത്തിൽ. അപ്പോ ഈ മലകളും പുഴകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു പവർ ഹൗസായി മാറിയത്? നമുക്ക് നോക്കാം. ഈ കാണുന്ന നമ്പർ കണ്ടോ, 66%. ഇത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. കേരളത്തിന് വേണ്ട വൈദ്യുതിയുടെ 2/3 ഭാഗവും വരുന്നത് ഇടുക്കിയിലെ ഈ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. ഇവിടത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് ഒരുപാട് കാലത്ത് ചരിത്രമുണ്ട്. ഒരു വശത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത് കേരളത്തിലെ ഏറ്റവും പഴയ ഡാമായ മുല്ലപ്പെരിയാർ, മറുവശത്ത് നമ്മുടെ അഭിമാനമായ ഇടുക്കി ആർച്ച് ഡാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണത്. അപ്പോ ഇടുക്കിയെന്ന് പറഞ്ഞാല് ഈ ഡാമുകളും പവർ ഹൗസുകളും മാത്രമല്ല, മനുഷ്യന്റെ കരവിരുതുകൾക്കപ്പുറം പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി നിലനിൽക്കുന്ന ഒരു വലിയ വനപ്രദേശം കൂടിയാണിവിടം. ഇവിടത്തെ വലിയൊരു ഭാഗം സ്ഥലവും റിസർവ് ഫോറസ്റ്റുകളാണ്. പെരിയാർ ടൈഗർ റിസർവ് മുതൽ ചിന്നാർ വന്യജീവി സങ്കേതം വരെ ഒരുപാട് സംരക്ഷിത പ്രദേശങ്ങൾ. വന്യജീവികൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരിടം. ഈ സങ്കേതങ്ങൾ വെറും കാടുകൾ മാത്രമല്ല, വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ പോലുള്ള ജീവികളുടെ അവസാനത്തെ അഭയകേന്ദ്രം കൂടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. പിന്നെ ഇടുക്കിയുടെ മാത്രം ഒരു അത്ഭുതമുണ്ട്, നീലക്കുറിഞ്ഞി. 12 കൊല്ലം കൂടുമ്പോഴാണ് ഇത് പൂക്കുന്നത്. ആ സമയത്ത് ഇവിടത്തെ മലകൾ മുഴുവൻ ഒരു നീല പരവതാനി വിരിച്ചതുപോലെയാവും. ശരി, ഇത്രയും മനോഹരവും അതേസമയം കഠിനവുമായ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ആരാണവർ? അവരുടെ കഥയെന്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ ചരിത്രം നോക്കിയാൽ പല കാലഘട്ടങ്ങൾ കാണാം. പണ്ട് ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഗോത്രസമൂഹങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, തേയിലത്തോട്ടങ്ങൾ തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരുപാട് മലയാളി കുടുംബങ്ങൾ ഇങ്ങോട്ട് കുടിയേറി. അങ്ങനെ 1972 ഇടുക്കിയൊരു ജില്ലയായി. അപ്പോ ഈ പല കാലഘട്ടങ്ങളിലെ കുടിയേറ്റങ്ങൾ കാരണം ഇവിടുത്തെ ഒരു സാംസ്കാരിക ഘടന തന്നെ വളരെ സവിശേഷമാണ്. നോക്കൂ, ഹിന്ദു, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ ഏകദേശം ഒരേ അനുപാതത്തിലാണ് ഇവിടെയുള്ളത്. ഭാഷയുടെ കാര്യത്തിലും ഈ വൈവിധ്യം കാണാം. മലയാളമാണ് പ്രധാന ഭാഷ, എന്നാലും വലിയൊരു വിഭാഗം ആൾക്കാർ തമിഴ് സംസാരിക്കുന്നവരാണ്. പണ്ട് തോട്ടം മേഖലയിലേക്ക് ജോലിക്ക് വന്നവരുടെ പിന്തലമുറക്കാരാണിവർ. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെയെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഇടുക്കിയുടെ ഒരു ചിത്രം കിട്ടും. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ചു ചേർന്ന ഒരു ചിത്രം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇടുക്കിയുടെ വൈരുദ്ധ്യം? എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേ സ്ഥലത്ത് നിലനിൽക്കുന്നത്? ഇതാണ് ആ വൈരുദ്ധ്യത്തിന്റെ കാതൽ. ഒരു വശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള മുനിയറകളും നിബിഡ വനങ്ങളും അപൂർവ ജീവികളുമൊക്കെയുള്ള ഒരു പുരാതന ലോകം. മറുവശത്തോ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും കേരളത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പവർ ഹൗസും. പക്ഷേ ഈ പ്രകൃതിയും പുരോഗതിയും തമ്മിലുള്ള ഈ ഒരു ബാലൻസ് അതത്ര സുരക്ഷിതമല്ല. കാരണം കേരളത്തിന് വെളിച്ചം നൽകുന്ന അതേ വികസനം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനും ഉരുൾപൊട്ടലുകൾ പോലുള്ള ദുരന്തങ്ങൾക്കും കാരണമാകുന്നു എന്ന് ഗവേഷകർ പറയുന്നു. അപ്പോൾ അത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുകയാണ്.
പ്രകൃതിയും മനുഷ്യന്റെ ആവശ്യങ്ങളും തമ്മിലുള്ള ഈ അതിലോലമായ നൂൽപ്പാലം അത് എത്ര കാലം ഇങ്ങനെ നിലനിൽക്കും? ഇത് ഇടുക്കിയുടെ മാത്രം ഒരു ചോദ്യമല്ല, ഒരുപക്ഷെ ലോകം മുഴുവൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്.